വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DIC അൽഗോരിതത്തിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ മൊത്തത്തിലെ 8 ട്രാൻസാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഓരോ ട്രാൻസാക്ഷൻസിൻ്റെ ഐറ്റമും നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിനിമം സപ്പോർട്ട് നമ്മൾ 3 ആണ് എടുക്കുന്നത്. നമ്മുടെ DIC അൽഗോരിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? പാർട്ടീഷനിങ് അല്ലേ? അതായത് ലോജിക്കലി നമ്മൾ ആ ഡേറ്റാബേസിനെ ഡിവൈഡ് ചെയ്യണം. എങ്ങനെ? ഈക്വൽ സൈസ്ഡ് ഇൻ്റർവെൽസ് ആയിട്ട്. ഇവിടെ മൊത്തം 8 ട്രാൻസാക്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഈക്വൽ സൈസ്ഡ് ഇൻ്റർവെൽസ് ആയിട്ട് നമ്മൾ I1, I2, I3, I4 ഇതാണ് ഇൻ്റർവെൽ എന്നും പറഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പാസ് 1 ചെയ്യാൻ പോവാണ്. പാസ് 1ൽ നമ്മൾ സ്കാൻ ചെയ്യുന്നത് ട്രാൻസാക്ഷൻ 1ഉം ട്രാൻസാക്ഷൻ 2 ആണ്. ആദ്യം തന്നെ നമ്മളൊരു ടേബിൾ വരയ്ക്കണം. ഐറ്റം സെറ്റ്, കൗണ്ട്, സ്റ്റാറ്റസ്. ഇതിൽ ട്രാൻസാക്ഷൻ T1, T2ൽ എത്ര ഐറ്റംസ് ആണോ വരുന്നത് അതെല്ലാം ഐറ്റം സെറ്റിൽ ലിസ്റ്റ് ചെയ്യണം. A വരുന്നുണ്ട്, B വരുന്നുണ്ട്, C വരുന്നുണ്ട്. അതാണ് ഐറ്റം സെറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ കൗണ്ട് എടുക്കണം. T1ഉം T2ലും A വരുന്നത് 2 പ്രാവശ്യമാണ്, 1, 2. അതുകൊണ്ടാണ് കൗണ്ട് 2 വന്നിരിക്കുന്നത്. B വന്നിരിക്കുന്ന 1 പ്രാവശ്യമാണ്, C വന്നിരിക്കുന്നത് 1 പ്രാവശ്യമാണ്. നമ്മൾ മിനിമം സപ്പോർട്ട് 3 അല്ലേ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൗണ്ട് നോക്കുമ്പോൾ എല്ലാം 3നേക്കാളും ബിലോ ആണ്. അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും സ്റ്റാറ്റസ് ഡാഷ്ഡ് ആയിട്ടിരിക്കുന്നത്. ഇനി പാസ് 2ൽ നോക്കാം. പാസ് 2ൽ നമ്മൾ അടുത്ത 2 ട്രാൻസാക്ഷൻ ആയിട്ടുള്ള T3ഉം T4ഉം ആണ് സ്കാൻ ചെയ്യുന്നത്. സെയിം ടേബിൾ കൺസിഡർ ചെയ്യുക. ഏതൊക്കെയാണോ എലമെൻറ്റ്സ്, അതായത് ഐറ്റംസ് ഏതൊക്കെയാണോ വരുന്നത് അതെല്ലാം ലിസ്റ്റ് ചെയ്യുക. ഇവിടെ നോക്കുമ്പോഴത്തേക്കും A, B, C ഓൾറെഡി ഉണ്ടായിരുന്നു. D ആണ് എക്സ്ട്രാ വന്നത്, അതിനെയും ലിസ്റ്റ് ചെയ്തു. ഇനി ഇവിടം തൊട്ട് T4 വരെ എത്ര പ്രാവശ്യമാണ് A വരുന്നതെന്ന് കൗണ്ട് ചെയ്യാം. 1, 2, 3. അങ്ങനെയാണ് ഇവിടെ 3 വന്നത്. B എത്ര പ്രാവശ്യമാണ് വരുന്നത്? 1, 2, 3. അങ്ങനെയാണ് ഇവിടെ 3 വന്നത്. C 2 പ്രാവശ്യം വരുന്നുണ്ട്. D 1 പ്രാവശ്യമാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ മിനിമം സപ്പോർട്ട് എന്തായിരുന്നു? 3 അല്ലേ? അപ്പോൾ 3 എത്തിയ Aയും Bയും എന്തായിട്ട് മാറും? ഡാഷ്ഡ് എന്ന് പറയുന്നതിൽ നിന്നും സോളിഡ് ആയിട്ട് മാറും. ബാക്കി 2 എന്താണ്? 3നേക്കാളും ബിലോ ആയതുകൊണ്ട് ഡാഷ്ഡ് ആയിട്ട് തന്നെ കിടക്കും. ഇനി ഇവിടെ നോക്കാനാണെങ്കിൽ ജനറേറ്റ് ന്യൂ കാൻഡിഡേറ്റ് സെറ്റ് ഫ്രം സോളിഡ് സെറ്റ് AB. അതായത് Aയും Bയും എന്ന് പറയുന്ന ഐറ്റംസ് 2ഉം സോളിഡ് ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് പുതിയ കാൻഡിഡേറ്റ് സെറ്റിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും, AB എന്ന് പറയുന്നത്. അത് നമുക്ക് നോക്കാം. പാസ് 3ൽ നമ്മൾ T5ഉം T6ഉം ആണ് സ്കാൻ ചെയ്യേണ്ടത്. സെയിം ടേബിൾ കൺസിഡർ ചെയ്യുക. A, B, C, D ഇത്രയും ഐറ്റംസ് ആണ് വരുന്നത്. പിന്നെ എക്സ്ട്രാ എന്ത് വരും? സോളിഡ് ആയിട്ടുള്ള Aയും Bയും വെച്ച് ജനറേറ്റ് ചെയ്ത AB എന്ന് പറയുന്ന ഒരു ഐറ്റം സെറ്റ് എക്സ്ട്രാ വരും. ഇനി T6 വരെ നോക്കാൻ നേരത്ത് Aയുടെ കൗണ്ട് എത്രയുണ്ട്? 1, 2, 3, 4, 5. അങ്ങനെയാണ് ഇവിടെ 5 വന്നത്. B എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4 വന്നു. C എത്ര എണ്ണം ഉണ്ട്? 1, 2. D എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. AB എത്ര എണ്ണം ഉണ്ട്? 1 ഉള്ളൂ. അങ്ങനെയാണ് ഇത് ഡാഷ്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി സോളിഡ് ആയിരുന്നു, അത് സോളിഡ് തന്നെ. ബാക്കി എല്ലാത്തിൻ്റെയും സ്റ്റേറ്റ് എന്താവും? ഡാഷ്ഡ് ആയിട്ട് മാറും. ഇനി അടുത്തതാണ് പാസ് 4. പാസ് 4ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്കാൻ T7 ആൻഡ് T8. ട്രാൻസാക്ഷൻ 7ഉം ട്രാൻസാക്ഷൻ 8ഉം ആണ് പാസ് 4ൽ നമ്മൾ സ്കാൻ ചെയ്യുന്നത്. ടേബിൾ കൺസിഡർ ചെയ്യുന്നു. A, B, C, D, A, B ഇത് തന്നെയാണുള്ളത്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ കൗണ്ട് എടുക്കാം. A എത്ര എണ്ണം ഉണ്ട് മൊത്തത്തിൽ? 1, 2, 3, 4, 5, 6. അങ്ങനെയാണ് ഇവിടെ 6 വരുന്നത്. B എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5. B 5 ആണുള്ളത്. C എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. 1, 2, 3. C 3 പ്രാവശ്യമാണ് വരുന്നത്. D എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. 1, 2. D 2 ടൈംസ് ആണ് കൗണ്ട് വരുന്നത്. ഇനി നമുക്ക് ABയുടെ കൗണ്ട് നോക്കാം. ABയുടെ കൗണ്ട് എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഇതിൻ്റെ സ്റ്റാറ്റസ് നോക്കാനാണെങ്കിൽ ഇവർ രണ്ടുപേരും ഓൾറെഡി മിനിമം സപ്പോർട്ടായിട്ടുള്ള 3നെ എക്സീഡ് ചെയ്തായിരുന്നു. അതുകൊണ്ട് അവർ സോളിഡാണ്. ഇപ്പോൾ പുതിയ ഒരാൾ വന്നിട്ടുണ്ട്, C. അത് 3 വന്നിട്ടുണ്ട്. മിനിമം സപ്പോർട്ട് കൗണ്ടായ 3 തന്നെ ഇതിൻ്റെ കൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും സോളിഡായിട്ട് മാറും. ബാക്കി 2ഉം ഡാഷ്ഡ് ആയിട്ട് തന്നെ നിൽക്കും. ഈ ഡൈനാമിക് ഐറ്റം സെറ്റ് അൽഗോരിതത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം വായിച്ചില്ലായിരുന്നോ? അത് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? DIC അൽഗോരിതത്തിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ഈ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് ഡൈനാമിക് ഐറ്റം സെറ്റ് അൽഗോരിതം എന്ന് എഴുതി വയ്ക്കുക.
ഇതിൻ്റെ ഒപ്പം തന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു. സ്പെസിഫൈ വെൻ ആൻ ഐറ്റം സെറ്റ് ഈസ് മൂവ്ഡ് ഫ്രം ഡാഷ്ഡ് സ്ട്രക്ചർ ടു സോളിഡ് സ്ട്രക്ചർ എന്നുള്ളത്. അതിൻ്റെ ആൻസർ ആണ് ഈ പറയുന്നത്. അതായത് ആൻ ഐറ്റം സെറ്റ് ഈസ് മൂവ്ഡ് ഫ്രം ഡാഷ്ഡ് ടു സോളിഡ് സ്ട്രക്ചർ ആസ് സൂൺ ആസ് ദ സപ്പോർട്ട് കൗണ്ട് റീച്ചസ് ദ മിനിമം സപ്പോർട്ട് ഡ്യൂറിങ് ദ സ്കാൻ. അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, എപ്പോഴാണോ മിനിമം സപ്പോർട്ടിലോട്ട് നമ്മുടെ സപ്പോർട്ട് കൗണ്ട് എത്തിയത് അപ്പോഴാണ് അത് എന്ത് ചെയ്തത്, ഡാഷ്ഡിൽ നിന്നും സ്റ്റാറ്റസ് നമ്മൾ സോളിഡ് ആക്കി മാറ്റിയത്. പിന്നെന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്, ന്യൂ കാൻഡിഡേറ്റ് ഐറ്റം സെറ്റ്സ് ആർ ജനറേറ്റഡ് ഡൈനാമിക്കലി വെൻ പാരന്റ് ഐറ്റംസ് ബിക്കം സോളിഡ്. നമ്മൾ ഇപ്പോൾ എക്സാമ്പിളിൽ കണ്ടില്ലേ, എയും ബിയും സോളിഡ് ആയതിനു ശേഷമാണ് നമ്മൾ അവരെ വെച്ച് പുതിയൊരു കാൻഡിഡേറ്റ് സെറ്റ് ജനറേറ്റ് ആയത്. അതും കൂടെയാണ് എഴുതിയിരിക്കണം. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടും.